ഹായ് ഗൈസ്, അപ്പം നമ്മുടെ ചാനൽ ഫൺ മെയ്ഡ് വേ യൂട്യൂബിൽ 8K നമുക്കായിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ 10K ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആണെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എന്നാൽ ഈ സമയത്ത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചൊരു കാര്യം എനിക്ക് എല്ലാവരോടും പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഈ വർഷം 2026 ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ജനുവരിയിൽ എനിക്കൊരു മേജർ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. മേജർ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ജീവിച്ചിരിക്കേണ്ട ആളല്ല. ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ എൻ്റെ വീട്ടിലൊരു ഒരു ഭിത്തിയിൽ ഫോട്ടോയിൽ അടിയിൽ ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ആളാണ്. ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് നമ്മൾ നഷ്ടപ്പെട്ട ആളാണ് ഞാൻ. അപ്പം ഞാൻ ആ അമ്മയുടെ അടുത്ത് തന്നെ എൻ്റെ ഫോട്ടോയും കൂടി ഇരിക്കേണ്ട ആളാണ്. അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ആയിരുന്നു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോൾ ഫ്രം ഹൈ ആയിരുന്നു. ഞാൻ ഒരു ഒരു നല്ല ഉയരത്തിൽ നിന്നും ഞാൻ താഴേക്ക് പോയി. അങ്ങനെ ഒരു ഉയരത്തിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച്, ഞാൻ അത്രയും ഹൈറ്റിൽ നിന്ന് വീഴുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട് കിട്ടി. അങ്ങനെ ഞാൻ വീണ്ടും ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നു. ഞാൻ ഒരുപാട് കാലം ആശുപത്രിയിലായിരുന്നു. എൻ്റെ കൈ ഉണ്ടല്ലോ, ഈ കൈയുടെ ഈ ഒരു ഭാഗത്ത് എനിക്ക് ഒടിഞ്ഞു, നന്നായിട്ട് ഒടിഞ്ഞു. പിന്നെ എൻ്റെ കാലിൻ്റെ നമ്മുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, കുറ്റിയുടെ ആ ഒരു ഭാഗത്തും എനിക്ക് ഒടിഞ്ഞ്. പിന്നെ എൻ്റെ ബ്രെയിനിൽ ബ്ലഡ് ക്ലോട്ടായി. അങ്ങനെ ഞാൻ കുറേ കാലം അബോധാവസ്ഥയിലൊക്കെ ആയിരുന്നു. എനിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഒരു ജനുവരി പകുതിയോളായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഒരാഴ്ചയോളം എന്താ പറയുക, നമ്മുടെ ഒരു അബോധാവസ്ഥയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഞാൻ നോർമൽ അല്ലായിരുന്നു. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ നിന്ന് കാര്യങ്ങളൊക്കെ എന്നെ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഞാൻ ജസ്റ്റ് അത് എടുത്തിട്ട് റിപ്ലൈ കൊടുക്കുന്നത് വളരെ ചുരുക്കമാണ്. എൻ്റെ കൂടെയുള്ളവരാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്നൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെയുള്ളവരുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിൽ നിൽക്കുന്നില്ലാത്തതുകൊണ്ടും ഞാൻ പുറത്തായതുകൊണ്ടും ഇപ്പം എനിക്ക് വീട്ടിലല്ലല്ലോ ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പം അവരോടൊക്കെ ഉള്ള ഒരു നന്ദി എന്ന് പറഞ്ഞാൽ എനിക്കത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. കാര്യം എനിക്ക് അത്രയും അവർ സഹായിച്ചു. അവരുടെ വീട്ടിലൊരാളെ പോലെ അല്ലേ, അവർക്കൊരു ആവശ്യമില്ല, അവരുടെ വീട്ടിലൊരാളെ പോലെ അവരെന്നെ ട്രീറ്റ് ചെയ്തു. അവർക്ക് എനിക്ക് ഫുഡൊക്കെ കൊണ്ടു തന്നു, ഒത്തിരി സപ്പോർട്ട് ചെയ്തു, എന്നെ ഇമോഷണലായിട്ടും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അവിടം വരെയാണ് എൻ്റെ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞുള്ള ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എനിക്കിതിന് മുമ്പേ തന്നെ ഈ ഫൺ മെയ്ഡ് വേ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അത് ഞാൻ ഒത്തിരി അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. അതവിടെ ഉണ്ട്, വല്ലപ്പോഴും അത് വീഡിയോ ഇടുന്നു, അങ്ങനത്തെ ഒക്കെ ഉള്ളൂ. പിന്നെ ഈ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആ സമയത്ത്, അതായത് ഞാൻ വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കയ്യും കാലും ഒക്കെ എനിക്ക് നല്ല റെസ്റ്റ് വേണം അല്ലേ. എൻ്റെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് ഇല്ലാത്ത ഏരിയ പോലും ഇല്ല. അപ്പം എനിക്ക് നല്ല റെസ്റ്റ് വേണം. അപ്പം അതുകൊണ്ട് ഞാൻ കുറേ കാലം ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പം അതുകൊണ്ട് ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ഞാൻ ഇവിടുത്തെ റൂമിൽ ഞാനിങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാനേ ഇല്ല. അതായത് ഞാൻ വീട്ടിലല്ല. അപ്പം എനിക്ക് എൻ്റെ വീട്ടുകാരോട് സംസാരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നുമില്ല. എപ്പോഴും നമുക്ക് ഫോൺ വിളിച്ച് അങ്ങനെ പറ്റില്ലല്ലോ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിലും എല്ലാവരും വർക്കിംഗ് ഒക്കെയാണ്, അവർക്കും ഒരു പരിമിതിയില്ലേ. അപ്പം അങ്ങനെ എല്ലാം കൊണ്ട് ഞാനൊരു ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തി. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ടൊരവസ്ഥയിലേക്ക് എത്തി കേട്ടോ. വാട്ട് ഐ മീൻ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാര്യം എനിക്ക് ഈ ഒരു ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞ അവസ്ഥ ഒരു വല്ലാത്തൊരു, അത് അനുഭവിച്ച ആളുകൾക്ക് അറിയാം. ഒന്നും ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ, എനിക്ക് പണ്ട് തൊട്ട് തന്നെ, എനിക്ക് കുറച്ച് കാലമായിട്ട്, ചെറുപ്പം തൊട്ട് തന്നെ എനിക്ക് മീഡിയ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഫോട്ടോ, വീഡിയോ, നമുക്ക് അതിന് ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ എനിക്ക് ഈ ഫൺ മെയ്ഡ് വേ കൂടാതെ അലൻ MTP എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുണ്ട്, അലൻ MTP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോട്ടോ ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ BGM ഒക്കെ ഇങ്ങനെ തള്ളിക്കയറ്റി, എനിക്കതൊക്കെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ എൻ്റെ മുഖം ബാക്കിയുള്ളവർ കാണുന്നത് എനിക്കിഷ്ടമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് വന്നു. ഞാൻ ഓരോരോ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. അതെനിക്ക് കുറച്ച് ഒരു 100K ആയി, 200K ആയി, 300K ആയി, 1 million, 2 million, 3 million, 4 million എന്നൊക്കെ പറഞ്ഞ ആ ഒരു രീതിയിലേക്ക് ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെ ഒരു റീച്ച് എനിക്ക് കിട്ടി. ഞാൻ ചെയ്തത് പൊതുവേ നമ്മൾ ഈ എക്സ്പെരിമെൻ്റൽ വീഡിയോസ് ആണ്. അതായത് നമ്മൾ ചില ഡിഫറൻസസ് കണ്ടുപിടിക്കുക, അങ്ങനത്തെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് 2 പിക്ക് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഡിഫറൻസ്, എനിക്ക് ഫൺ മെയ്ഡ് വേ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം തന്നെ കയറി നോക്കുക, അപ്പോൾ അറിയാം അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് റോസ്റ്റിംഗ് വീഡിയോസും പിന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ വീഡിയോസൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതെന്ന്
ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ നടന്ന എക്സ്പീരിയൻസ് എന്തുകൊണ്ട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊക്കെ എല്ലാവരും ഒരു 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 വട്ടത്തിനുള്ളിലാണ്. എല്ലാവരും ഒരു വട്ടത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. അതായത് നമ്മളെപ്പോഴും ബാക്കി നമ്മുടെ ചുറ്റുമുള്ളവർ എന്ത് വിചാരിക്കും എന്ന് ഓർത്ത് ഇപ്പൊ എനിക്കത് ഇല്ല എന്നല്ല, ഞാൻ വലിയൊരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എനിക്ക് ഇച്ചിരി ഒരു മടിയുള്ള ആളാണ് ഉള്ളിൽ. എന്നാലും ഞാനത് ചെയ്യും. ഓക്കെ, ചെയ്യത്തില്ലെന്നല്ല, എനിക്കൊരു ഉള്ളിലൊരു മടിയുണ്ട് അതിന്. അങ്ങനത്തെ ഒരു മടി ഒരുപാട് കൂടുതലുള്ള ഒരു ഈ ലോകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ചെയ്യാം. എന്താണ് നമുക്ക് നാളെ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് എന്തും സംഭവിക്കും, ഏത് നിമിഷം. എനിക്ക് ആ ഒരു ആക്സിഡന്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു എൻ്റെ ബ്രെയിനിൽ ഒരു പ്രത്യേക പാർട്ട് ഓണായിട്ട് എനിക്കൊരു ബുദ്ധി തെളിഞ്ഞത്. സംബന്ധം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് സമയത്ത് നമ്മുടെ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാവും. ഞാൻ എൻ്റെ അലൻ MTPL എന്ന് പറഞ്ഞ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിൻ്റെ, എൻ്റെ പേഴ്സണൽ ഇൻസ്റ്റയുടെ ഈ ടാഗ് ഉണ്ടല്ലോ, അതുപോലും ബീങ് അലൈവ് ഇസ് എ മിറാക്കിൾ എന്നാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് ഞാൻ എൻ്റെ ഹാർട്ട് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ദാറ്റ് ഐ എം സെയിങ് ദാറ്റ്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശമുണ്ടെങ്കിൽ അതിപ്പം തന്നെ ചെയ്തു തുടങ്ങുക. കാര്യം നമുക്ക് ഏത് നിമിഷമാണ് നമുക്ക് എന്ത് സംഭവിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി ഒട്ടും പറ്റില്ല. ഇനി നമുക്കൊരു ആക്സിഡന്റിലേക്ക് തിരിച്ചു വരാം. ആ ഒരു സമയത്തൊക്കെ എനിക്ക് എന്താണ് തോന്നിയത്, ഞാൻ എങ്ങനെയാണ് ഇത് സർവൈവ് ചെയ്തത്, കാര്യം ഞാൻ എങ്ങനെയാണ് ഈ ഫൺമേഡ് വേ എന്ന് പറഞ്ഞ ചാനലിലേക്ക് ഞാൻ എങ്ങനെയാണ് ഇത്രയും ആക്റ്റീവ് ആയതെന്നാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പോൾ ഞാനത് എൻ്റെ ഒറ്റപ്പെടൽ മാറ്റാനായിട്ടും എനിക്ക് ബാക്കിയുള്ളവരോട് കാര്യങ്ങൾ പറയാനായിട്ടും എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടും ഒക്കെയാണ് ഞാൻ മീഡിയം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇതുണ്ടല്ലോ യൂട്യൂബിൽ, എൻ്റെ യൂട്യൂബ് ചാനലിലാണെങ്കിലും എൻ്റെ ഇപ്പം ഈ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും എനിക്ക് വരുന്ന ഓരോ ഫോളോവേഴ്സും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അവരെന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഞാൻ എൻ്റെ ഒരു ഫാമിലി ആയിട്ടാണ് ഞാൻ എപ്പോഴും അത് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പറയാറുണ്ട്. അതായത് എൻ്റെ കൂടെയുള്ളവർ ഇപ്പോൾ ഈ ഒരു ചാനലാണെങ്കിൽ ഇപ്പം എനിക്ക് 8K മുകളിലുണ്ട് ഈ ഒരു ചാനലിൽ. ഇത് വളരെ ഒരു ചുരുക്കമാണ്. ബാക്കിയുള്ള ചാനലിലോ ചെറിയൊരു സംഖ്യയാണ്, പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് വലിയൊരു സംഖ്യയാണ്. കാര്യം ഞാൻ ഒന്നുമില്ലാതിരുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ അത്രയും അധികം, ഇനി വരുന്ന ആളുകളോടൊക്കെ ആണെങ്കിലും എനിക്ക് അത്രയധികം കടപ്പാടുണ്ട്. നിങ്ങൾ എത്ര പേര് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നതിനുള്ളത് എനിക്ക് അവരോടൊക്കെ അത്രയും അധികം ഒരു നന്ദിയുണ്ട്. കാര്യം ഞാൻ ഒരു ഉയർത്തെഴുന്നേറ്റ ആളാണ്. എനിക്ക് ഒന്നുമില്ലാതിരുന്ന ഞാൻ ജീവിച്ചിരിക്കേണ്ട ആളെയല്ല. അതായത് നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും നമ്മുടെ കൂടെ നിൽക്കുന്നത്. മനസ്സിലായോ? അതായത് നമുക്കിപ്പോൾ നമ്മുടെ കൂടെ കുറേ പേര് കാണും. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഗേൾഫ്രണ്ട് കാണും, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് കാണും, ഹസ്ബൻഡ്, വൈഫ്, പിള്ളേർ, ആരാണെങ്കിലും. ഇതൊന്നും അല്ല നിങ്ങൾക്കൊരു ആവശ്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഒന്നുമില്ലാതെ നിങ്ങൾ പെട്ട് കിടക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും മനസ്സ് ചിന്തിക്കാത്ത ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ദേവദൂതന്മാരെ പോലെ ഇങ്ങനെ വന്നിരിക്കുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കുണ്ടായത്. അപ്പം അതുകൊണ്ട് അതൊരു വല്ലാത്തൊരു ഹാർഡായിട്ടുള്ളൊരു ടൈമായിരുന്നു. ഞാൻ മെൻ്റലി ഭയങ്കരമായിട്ട് ഞാൻ ഡൗൺ ആയിപ്പോയി. അതിൻ്റെ കുറച്ച് മാർക്സ് ഒക്കെ എൻ്റെ മുഖത്തും എൻ്റെ കയ്യിലും ഒക്കെ അതിൻ്റെ ആ ഒരു അടയാളത്തിൻ്റെ പാടുകൾ, അതിൻ്റെ അപകടത്തിൻ്റെ പാടുകൾ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇതുണ്ടോ, ഈ ഒരു ഭാഗത്തുണ്ട് ചെറിയൊരു മാർക്കിങ്. കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയത്തില്ല, അത് ഭയങ്കര വലുതായിരുന്നു. ഇപ്പം അത് ചെറുതായിട്ട് വരുന്നുണ്ട്. ഒരു മാർക്കിംഗ് ഉണ്ട്, ഇവിടെ ഒരു തടിപ്പ്, പിന്നെ ഇവിടെ ഒരു മാർക്കിങ്. അതെനിക്ക് ആ ഫേസ്, ഞാൻ പറഞ്ഞില്ല, ബ്ലഡ് ക്ലോട്ട് ആകുക, ബ്രെയിനിൽ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്ത് നോക്കാതെ എത്രമാത്രം ഒരു ഷോക്കാണ് ഞാൻ നേരിട്ടത്. പിന്നെ എൻ്റെ കൈയുടെ ഇവിടെ ആണെങ്കിലും ഒരു മാർക്കിംഗ് ഉണ്ട്, പിന്നെ ഈ കൈയുടെ ഇവിടെ ആണെങ്കിലും കണ്ടോ 2 മാർക്കിങ് ഇവിടെയുണ്ട്. ഇതൊക്കെ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നുണ്ടോ അങ്ങനെയുള്ള, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒന്നും തോന്നുന്നില്ല. അത് ഇത് കാണുന്നവരൊക്കെ എന്ത് വിചാരിക്കും, എനിക്ക് ആക്സിഡൻറ്റ് അല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റ്, വീണ്ടും എനിക്കൊരു ജീവിതം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എനിക്ക് അത്രയുണ്ട്. വീണ്ടും ജീവിക്കാനൊരു അവസരം കിട്ടിയതിൻ്റെ ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം സെയിങ് ദിസ്. ഐ എം നോട്ട് ലൈയിങ്, because I'm truly grateful that the gift that I had, the gift that I have now, you know. സോ കൈയും കാലും ഒരുമിച്ച് ഒടിഞ്ഞാൽ, കൈ തന്നെ ഒടിഞ്ഞാൽ എത്രത്തോളം വേണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒടിഞ്ഞിട്ട് ഞാൻ ഈ വേദന, ശരീരത്തിന് വേദന, എൻ്റെ ദേഹമാസകന വേദനയൊക്കെ എടുത്തിട്ട് ഞാൻ കിടന്ന തലവണ്ണ കെട്ടിപ്പിടിച്ച് ഞാൻ കടിച്ചുപിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പിന്നെ ഞാനിവിടെ ആക്സിഡൻറ്റ് ആയി കിടന്ന സമയത്ത് എന്നെ ചികിത്സിച്ച ഡോക്ടേഴ്സ് ഒന്നും പറയാനില്ല. കാര്യം അവർ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആരോഗ്യത്തോടെ, എന്തെങ്കിലും ആരോഗ്യം എനിക്കിപ്പോൾ ഉണ്ടെങ്കിൽ ആ ആരോഗ്യത്തോടെ ഞാൻ ഇരിക്കുന്നത് അവർ കാരണമാണ്. കാര്യം അന്ന് ഇവിടെയുള്ള കെയറർമാരായിട്ട് വർക്ക് ചെയ്യുന്ന മലയാളീസ് ആണെങ്കിലും നേഴ്സുമാരാണെങ്കിലും എല്ലാവരും തന്നെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അവരെല്ലാം കാരണമാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു
വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞാനിങ്ങനെ കരകയറി വന്നത്. അപ്പം അതുകൊണ്ട് ഇത് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്. ഐ മീൻ നിങ്ങൾ എല്ലാവരോടും എനിക്കിത് പറയണമെന്ന് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു ഒരു സിംഗിൾ അച്ചീവ്മെന്റ് എങ്കിലും ഇല്ലാതെ എനിക്കൊരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ആളുണ്ടാവില്ല. അപ്പൊ എനിക്കിപ്പോ ഈ യൂട്യൂബ് ഇപ്പൊ ഈ വീഡിയോ ഇപ്പൊ എത്ര വ്യൂ പോകുന്നു ഒന്നും അതല്ല ഞാൻ കെയർ ചെയ്യുന്നത്. പക്ഷെ എനിക്കിത് പറയണമെന്നുണ്ട്. ഇത് കേൾക്കുന്ന ഒരാളെങ്കിലും ഞാൻ ഈ വീടുന്നതിന് മുമ്പിലുള്ള അവസ്ഥയിൽ ഇപ്പൊ കറന്റ്ലി ജീവിച്ചിരിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്ത് കാണും, ഉറപ്പാണ്. അപ്പൊ അത് എന്ന് വെച്ചാൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന, എന്ത് ചെയ്യണം എന്ന് ജീവിതത്തിൽ അറിയത്തില്ലാത്ത ആരെങ്കിലും ഒക്കെ കാണും. അവരിത് കേൾക്കണം, നിങ്ങളിത് അറിയണം, നിങ്ങളിത് കറക്റ്റായിട്ട് അറിയണം. നിങ്ങൾ എന്തെങ്കിലും നീ ഇപ്പം ചെയ്യാൻ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തുടങ്ങിക്കോ. കാര്യം ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ. നമുക്കിതൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ സംഭവിക്കാം. നമ്മൾ ജീവനോടെ ഇരിക്കുന്ന സമയത്ത്, കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സന്തോഷമായിട്ട് നമ്മൾ ഈ ലോകത്തൊന്ന് പോകാവുള്ളൂ.